ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ മലക്കുൽ മൗത്താകുന്ന അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, അല്ലയോ മലക്കുൽ മൗത്തേ, നിന്റെ യഥാർത്ഥമാകുന്ന രൂപം തെമ്മാടികളാകുന്ന ആത്മാവുകളുടെ തെമ്മാടികളാകുന്ന അഹ്ലുകാരുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീലേ, എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീലേ? ഇന്നി ഉരീദു അൻ അറാ സൂറതകല്ലതി തഖ്ബിദു റൂഹൽ ഫാജിർ. തമ്മാടികളാകുന്ന ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നതായ രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഫഖാല അസ്റായീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ലാ തസ്തതിഉ യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിം എന്ന പ്രവാചകരെ, നിനക്കത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല, ശേഷിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ബൽ അസ്തതിഉ, എനിക്കതിന് സാധിക്കുന്നതാണ്, എനിക്കതിന് കഴിയുന്നതാണ്. നിന്റെ യഥാർത്ഥമാകുന്ന രൂപമൊന്ന് കാണിക്കണേ, കാണിക്കണേ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെയും ലഹരി കുടിക്കുന്നവരെയും പാൻപരാഗ് ചവയ്ക്കുന്നവരെയും ഹറാമാകുന്ന പ്രവർത്തനത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോകുന്നവനെയും മോശമാക്കപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ തിരിക്കുന്നവനെയും ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിക്കണേ അസ്റായീൽ എന്ന് ചോദിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞു അത്രേ, ലാ തസ്തതിഉ, നിങ്ങൾക്കതിന് കഴിയൂല ഇബ്രാഹിമേ. തെമ്മാടികളുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷി പ്രവാചകനാകുന്ന നിങ്ങൾക്കില്ല. ഇബ്രാഹിം നബിയോട് പറഞ്ഞു. ഇബ്രാഹിം നബി പറഞ്ഞു, ബൽ അസ്തതിഉ, ഇല്ല ഇല്ല, എനിക്ക് കഴിയും, കാണിക്കണം, എനിക്കതിനെ കഴിയും. വാശി പിടിച്ചു. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം ഉടനെ തന്നെ ജിബ്രീൽ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, എന്നിൽ നിന്നൊന്ന് പിന്തിരിയണേ, ഒന്ന് കണ്ണൊന്ന് ചിമ്മണേ. ഫഅറള അൻഹു, കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോൾ ഫൈദൻ ഹുവ ബിറജുലിൻ അസ്വദ അസ്വദ സിയാബ്, കറുത്തിരണ്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടൊരു മനുഷ്യൻ മുന്നിൽ കാണുകയാണ്. മുടിയെല്ലാം നീട്ടി വളർത്തി ജട പിടിച്ചതാകുന്ന മുഖകമലത്തോടുകൂടി അതികറുത്തിരണ്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വിരൂപനായ ഒരു കോലത്തിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. വല്ലാത്ത ദുർഗന്ധമാണ്, ദുർഗന്ധമാണ്. അവന്റെ മനഹറിൽ നിന്നും അവന്റെ നാസ്വാദാരങ്ങളിൽ നിന്നും അവന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നരകത്തിന്റെ തീജ്വാലയാണ്, തീജ്വാലയാണ്. നരകത്തിന്റെ തീജ്വാല മൂക്കിൽ നിന്നും അവന്റെ വായിൽ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ട് വല്ലാത്ത പേടിപ്പെടുത്തുന്ന രൂപത്തിലും കോലത്തിലുമായിട്ടാണ് അസ്റായീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വല്ലാത്ത ദുർഗന്ധമാണ്, ദുർഗന്ധമാണ്. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്ന, ആര് കണ്ടാലും ഭയചകിതമാകുന്ന ഒരവസ്ഥയിലേക്ക് മുടിയെല്ലാം നീട്ടി വളർത്തിക്കൊണ്ടുള്ള കോലമാണ്. ഇതങ്ങോട്ട് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണു അത്രേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തന്നെ ബോധം പോയി. പ്രവാചകനാണ്, ചോദിച്ചു വാങ്ങിയതാണ്. ഓരോന്ന് കാണട്ടെ, മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നവരുടെ രൂപം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി. ചരിത്രമാണ് സഹോദരൻ, പഠിച്ചു വെക്കണം നമ്മൾ. ഈ അസ്റായീലിനെ നേർക്ക് നേരെ നമ്മൾ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പോലും ആ വിശ്വരൂപം ശരിക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പരിപൂർണമായി ബോധരഹിതനായി വീണുപോയെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്താണ്? കാരണം
കാരണം തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരമായിട്ട് നിലകൊള്ളുകയാണ് നമ്മൾ. നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഉംറയില്ല, പാവങ്ങളുടെ കണ്ണീരപ്പില്ല, പള്ളിക്ക് കൊടുക്കലില്ല, മദ്രസയ്ക്ക് കൊടുക്കലില്ല, ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കലില്ല, എല്ലാ കാര്യത്തിലും പുറകോട്ട് നിൽക്കുന്ന മനുഷ്യൻ. ഒരു നന്മയും ജീവിതത്തിലില്ല. അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്ന യുഗം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്കൂളിലൊക്കെ പഠിക്കുന്ന, കലാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 100-ൽ 46% വിദ്യാർത്ഥികളും ലഹരിക്ക് അടിമപ്പെടുന്നു. പുതിയ കണക്ക്. ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്നതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ 16% ഉപയോഗിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റ് ഇതര സംസ്ഥാനങ്ങളെക്കാൾ, ഇന്ത്യയിലുള്ള വിദഗ്ധമാകുന്ന സംസ്ഥാനങ്ങളെക്കാൾ, മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളൊക്കെ വിവര സാങ്കേതിക വിഷയത്തിൽ ഉയർന്നവർ, അറിവ് നല്ലതുപോലെ ഉയർന്നവർ, സാക്ഷരതയുടെ വിഷയത്തിൽ ഉയർച്ചയുള്ള ആളുകൾ, ആരോഗ്യപരമായി ഉയർച്ചയുള്ളതാകുന്ന ആളുകൾ, എല്ലാ നിലയ്ക്കും ആരോഗ്യപരമായി കഴിവുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പഞ്ചാബും ഹരിയാനയും ഒക്കെ അടക്കം മറ്റു സംസ്ഥാനങ്ങൾ ലഹരികൾ അടിമപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെക്കാൾ എല്ലാം ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറും. ആരാ ഇത് കുടിച്ചു തീർക്കുന്നത്? മുമ്പാണെങ്കിൽ കള്ള് കുടിക്കുന്നവർ, ഇന്ന് കള്ളൊന്നുമല്ല, ഇന്ന് കഞ്ചാവും ഡ്രഗ്സും മയക്കുമരുന്നുകളും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെയായി മാറിയിരിക്കുകയാണ്. LSD എന്നറിയപ്പെടുന്ന വസ്തുക്കൾ, MDMA എന്നറിയപ്പെടുന്നതാകുന്ന വസ്തുക്കൾ, നാക്കിനടിയിലേക്ക് സ്റ്റാമ്പ് രൂപത്തിലുള്ള സാധനം വെച്ചാൽ 16 മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചവിട്ടാൻ കഴിയുന്ന സാധനം. 16 മണിക്കൂർ വരെ നിൽക്കും അതിന്റെ എഫക്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്ന് ഭൂമിയിൽ വിറ്റഴിക്കപ്പെടുക. ലക്ഷക്കണക്കിന് രൂപയാണ് അതിന്റെ വിലകൾ വരുന്നത്. ചെറിയ പാക്കറ്റിന് തന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഒരു പ്രശ്നമില്ല, വാങ്ങാൻ ആളുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. കച്ചവടം ചെയ്ത ആളുകൾ കൂടി വരുന്നു. എത്ര ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, +1-നും +2-നും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെയാണ് ഇത് കച്ചവടം ചെയ്ത് നടക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അത്തരത്തിലുള്ള ലഹരിയോട് അടിമപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ, മദ്യത്തിന്റെ വിഷയത്തിൽ 10 പേരെ ആദരവായ റസൂലുള്ളാഹ് ശപിച്ചുവത്രേ. പഠിച്ചു വെക്കണേ അങ്കടി മുകളിലുള്ള ചെറുപ്പക്കാർ, സഹോദരങ്ങൾ പഠിച്ചു വെക്കണേ, സഹോദരിമാരെ പഠിച്ചു വെക്കണേ. നമ്മുടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിടുന്നില്ലേ? എത്രയെത്ര മക്കളാണ് രഹസ്യമായി ഇത്തരത്തിലുള്ളതായ അപജയങ്ങൾ മാറിപ്പുണരുന്നതെന്നറിയുമോ? ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന് വരെ ജീവിതത്തിൽ ഒരു മോശമായ സംസാരം സംസാരിക്കാത്ത, ഒരു കളവ് പറയുക പോലും ചെയ്യാത്തതാകുന്ന മുത്തുനബി, ഒരാളെയും ചീത്ത വിളിക്കാത്ത പ്രവാചകർ, ഒരാളെ കുറിച്ചും അപവാദം പറയാത്ത പ്രവാചകർ, ഒരാളെ കുറിച്ചും ഏഷണി പറയാത്ത പ്രവാചകർ, ഒരാളെയും ഭീഷണിപ്പെടുത്താത്ത പ്രവാചകർ, ഒരാളെ കുറിച്ചും പരദൂരം പറയാത്ത പ്രവാചകർ, തന്റെ ശറഫാക്കപ്പെട്ട നാളുകൊണ്ട് 10 പേര് ശപിച്ചുവത്രേ. ആരെന്നറിയുമോ? ആസിറ വമുഅ്തസിറ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10 പേര് റസൂലുള്ളാഹി ശപിക്കുകയാണ്. ഒന്ന് ആസിറ, മദ്യം വാറ്റുന്നവരെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വമുഅ്തസിറ, അത് വാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചവനെയും ആദരവായ പ്രവാചകനെ ശപിച്ചിരിക്കുകയാണ്. സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചവനെ റസൂലുള്ളാഹി ശപിച്ചു. തീർന്നില്ല. അത് കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്.
ചില ആളുകളുണ്ട്, ചിലര് പറയും ഉസ്താദേ ഇന്ന് വരെ ഞാൻ സാധനം കുടിച്ചിട്ടില്ല, അല്ലെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അതിങ്ങനെ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ നിന്നിട്ടുണ്ട്, കൂട്ടുകാരോടെ കൂട്ടം കൂടി നിന്നപ്പോ ഞാൻ ഒഴിച്ചിട്ട് ഞാൻ മാറി നിന്നിട്ട് നല്ല സൂഫിയാണ്. പക്ഷെ ഈ ഒഴിച്ചു കൊടുക്കുന്നവരെയും ആര് ശപിച്ചിട്ടുണ്ട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണം. അത് കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ആ കള്ളും കഞ്ചാവും ഒക്കെ വഹിച്ചുകൊണ്ട് നടക്കുന്നതായ വ്യക്തികളെയും ആദരവായ പ്രവാചകൻ ശപിച്ചവത്രേ എന്ന് അനസ് റളിയല്ലാഹു അൻഹു. കഞ്ചാവ് വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ, അത് ബിസിനസ് ചെയ്യാൻ ട്രെയിനിൽ പോകുന്നവരെ, അത് ബിസിനസ് ചെയ്യാൻ കാറിൽ പോകുന്നവരെ, അതിന്റെ ബിസിനസ്സുമായി നടക്കുന്ന ചെറുപ്പക്കാരെ, വാഹനത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഡ്രൈവറായി ജോലി ചെയ്യുന്നവരെ, ബീവറേജിലൊക്കെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരെ, ഞാൻ ഇന്നവരെ കുടിച്ചിട്ടില്ല എന്ന് പറയരുത്. നീ കുടിക്കേണ്ടതില്ല, നീ വഹിച്ചുകൊണ്ട് വന്നവരാണ്, അതിന്റെ വാഹകനാണ് നീ. നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വൽ മഹമൂലത്തൈന, ആർക്ക് വേണ്ടിയാണ് വഹിച്ചു കൊണ്ടുവന്നത്? ആ മുതലാളിയെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ബാർ ഹോട്ടലുകളിൽ ഷെയർ ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുന്ന മുതലാളിമാരെ, കഞ്ചാവിന്റെ കൃഷി നടത്തുന്നവരെ, ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ തുനിയുന്ന കച്ചവടക്കാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് അത്. ബിസിനസ് നടത്തുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ഈ സാധനം കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ പൈസ കൊണ്ടുവന്ന് അരി വാങ്ങിച്ചിട്ട് അത് തിന്നുന്നവരെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. ഞാൻ അതിൽ ഷെയർ ചേർന്നിട്ടേ ഉള്ളൂ, ആ ബാർ ഹോട്ടലിൽ ഞാൻ എന്റെ ഷെയർ ഇട്ടിട്ടേ ഉള്ളൂ, ഇന്ന് വരെ ഞാൻ അവിടേക്ക് പോയിട്ടില്ല, എനിക്ക് അതിന്റെ വിഹിതം എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവ് പറയരുതേ. നീ അതിൽ നിന്നുള്ളൊരു വിഹിതം കൊണ്ടുവന്നാണ് തിന്നത് എങ്കിൽ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വൽ മഹ്മൂലതൈനി വൽ മുസ്തരിയ ലഹാ വൽ മുസ്തറാത ലഹു. ആരാണോ ഇത് വാങ്ങിച്ചത്, ഈ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നുകൊണ്ട് വാങ്ങിച്ചെടുത്തതായ സാധനമാണ്. അത് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കുന്നവനെ, ഞാൻ വാങ്ങിച്ചതേയുള്ളൂ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നവനെ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ ഒരു കുപ്പിയും വാങ്ങിച്ചു കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് സമ്മാനിക്കുന്നവരെ, ദീപാവലിയുടെ രാത്രി അടിച്ചു പൊളിച്ചോ എന്ന് പറയുന്നവരെ, പെരുന്നാളിന്റെ രാത്രി അടിച്ചു പൊളിച്ചോ എന്ന് പറയുന്നവരെ, ക്രിസ്മസിന്റെ രാവുകളിൽ, ന്യൂ ഇയറിന്റെ രാവുകളിൽ കൂട്ടുകാരെ ഒന്നിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ കുടിക്കുന്നവരെ ആദരവായ പ്രവാചകനെ ശപിച്ച വിഭാഗമാണ്, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. വൽ മുസ്തരിയ ലഹാ വൽ മുസ്തറാത ലഹു. ആ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നവരെയും ആർക്ക് വേണ്ടിയാണോ വാങ്ങിച്ചു കൊണ്ടുവന്നത് അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. 10 പേരെയാണ് ശപിച്ചത്. 10 അഹ്ലുകാരെ. عاسرها ومعتصرها وشاربها وحاملها والمحمولة إليه وساقيها وبائها وآكل ثمنها والمشتري لها والمشترات له. 10 പേര്. സാരമില്ല. ആരാ ശപിച്ചതെന്ന് ഓർക്കണം. ഹബീബായ റസൂലുള്ളാഹി. നബി തങ്ങൾ ശപിച്ചാൽ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും ശപിക്കും. നബി ശപിച്ചവരെ അല്ലാഹു ശപിക്കും. നബി ശപിച്ചവരെ സർവ്വ മുഅ്മിനീങ്ങളും ശപിക്കും. നബി ശപിച്ചവർക്ക് എതിരെ ദുആ ചെയ്തുകൊണ്ട് മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ആരെങ്കിലും കൂട്ടുകാർ നിർബന്ധിച്ചിട്ട് വലിച്ചു നോക്കടാ എന്ന് പറഞ്ഞ സാധനമൊക്കെ വലിച്ചവരുണ്ടെങ്കിൽ ഒരു സാധനം വേണ്ട. ചിലര് സിഗരറ്റ് വലിക്കുന്നതിന് പറയുന്ന എന്താ, തലയിൽ ചെറിയ ടെൻഷൻ അടിച്ചിട്ട്
ഈ സാധനം വലിക്കുമ്പോൾ നിനക്ക് നല്ല കിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ സദഖ റസൂലുള്ളാഹി. എല്ലാ സ്വബോധത്തെ മറക്കുന്ന വസ്തുവും മുസ്കിറാണ്, ലഹരിയാണ്. റസൂലുള്ളാഹിയുടെ അധ്യാപനം. ബോധം മറക്കുന്നുണ്ടോ? സാധനം വലിച്ച് നല്ല ബഫ് വലിച്ചു തലയൊക്കെ എത്തിയിട്ട് പുകയില്ലാണ്ട് എത്തിയിട്ട് ഹാല് മറന്നിരിക്കുകയാണോ? എങ്കിലെന്താണ് അത്? ലഹരിയാണ്. എല്ലാ ലഹരിയും എല്ലാ ലഹരി ഉൽപ്പന്നവും നിഷിദ്ധമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോ. അല്ലാഹു നിനക്ക് നൽകിയ ആരോഗ്യത്തെ നീ നശിപ്പിക്കരുത്. വലാ തുൽഖൂ ഐദീകും ഇലാ തഹ്ലുക. നിന്റെ കരങ്ങളെ നീ നാശത്തിലേക്ക് ഇടരുത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കണം, നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല, ശരീരത്തെ ഇല്ലാതാക്കാൻ പാടില്ല. അല്ലാഹു നൽകിയിരിക്കുന്ന ആരോഗ്യത്തെ നശിപ്പിക്കാൻ പാടില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ശരിബൽ ഖംറ ബിന്നഹാരി വല്ല മുശ്രികാ വമൻ ശരിബൽ ഖംറ ബില്ലൈലി ബാത മുശ്രികാ. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ആരൊരുവനെ പകലിൽ മദ്യപിച്ചുവോ അവൻ തീർച്ചയായും മുശ്രിക്കാകുന്നവനാണ്, അവൻ അവിശ്വാസിയായി പോകുന്നതാണ്. ആരവന്റെ രാത്രിയുടെ യാമത്തിൽ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മദ്യപിച്ചവരുണ്ടോ അവൻ തീർച്ചയായും രാത്രിയിൽ രാപാർക്കുന്നത് കാഫിറായിട്ടാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈമാൻ പോകുന്നർത്ഥം, ഈമാൻ പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ ഈമാൻ നിലനിർത്താനാണ് 5 വഖത്ത് നിസ്കാരത്തിലൂടെ റബ്ബിനോട് നീ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ ചേർക്കണേ അല്ലാഹ് എന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ഈമാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എങ്ങനെയാണ്? 5 വഖത്ത് നിസ്കാരത്തിലും 5 നേരവും പടച്ച റബ്ബിനോട് നീ ചോദിക്കുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാഹ്, നീ നിലനിർത്തി തരണേ. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന ഒരു മുഅ്മിൻ അവന് കള്ളുകുടിച്ചാൽ അവന്റെ ഈമാൻ പോകും. മാത്രമല്ല റസൂലുള്ളാഹി പറയുകയാണ്, മൻ ശരിബൽ ഖമറ ലം യഖ്ബലില്ലാഹു സ്വലാത 40 സബാഹ. ആരൊരുവനെ കള്ളുകുടിച്ചാൽ അവരിൽ നിന്ന് 40 ദിവസത്തിനാകുന്ന ആരാധന കർമ്മങ്ങൾ, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഇൻ താബ, കള്ളുകുടിച്ചവൻ, ലഹരി നുണഞ്ഞവൻ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ, അല്ലാഹുവേ പടച്ച റബ്ബേ ഞാൻ ലഹരി കുടിച്ചു പോയവനാണ്, ലഹരി നുണഞ്ഞു പോയവനാണ്, നീ തൗബ ചെയ്യണേ നാഥാ, എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ തഅബല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയെ സ്വീകരിക്കുന്നതാണ്, അവന്റെ തൗബയെ അല്ലാഹു ഖബൂലാക്കുന്നതാണ്, പടച്ച റബ്ബ് സ്വീകരിക്കുന്നതാണ്. വീണ്ടും അവൻ ആ തെറ്റിലേക്ക് മടങ്ങിയാൽ, വീണ്ടും അവൻ കള്ളുകുടിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്ത മനുഷ്യനാണ്, എന്നിട്ട് വീണ്ടും ആ തെറ്റിലേക്ക് അവൻ പോയാൽ, വീണ്ടും ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിപ്പോയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലം യഖ്ബലില്ലാഹു സ്വലാത 40 സബാഹ. 40 ദിവസത്തേക്കുള്ളവന്റെ നമസ്കാരത്തെ അല്ലാഹു പിന്നീട് സ്വീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫഇൻ താബ തഅബല്ലാഹു അലൈഹി, രണ്ടാമത്തെ പ്രാവശ്യവും തൗബ ചെയ്താൽ, അല്ലാഹുവേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി ഉണ്ടാവൂല എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ തഅബല്ലാഹു അലൈഹി, അല്ലാഹു ഗഫൂറാണ് റഹീമാണ്, അവൻ വീണ്ടും കരുണച്ചുകൊണ്ട് പാപം പുറത്തു കൊടുക്കുകയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വീണ്ടും അവൻ മടങ്ങുകയാണ്, കള്ളു കുടിക്കുകയാണ്, ലഹരി നുണയുകയാണ്, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി ജീവിതം തള്ളി നീക്കുകയാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് പോവുകയാണ്, ഹശീഷ് ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ്. ലം യഖ്ബലില്ലാഹു
അല്ലാഹു സ്വലാത 40 സബാഹാ 40 ദിവസത്തേക്ക് അല്ലാഹു അവന്റെ ആരാധനകൾ സ്വീകരിക്കുകയില്ല. അവന്റെ നമസ്കാരത്തെ അല്ലാഹു കബൂലാക്കുകയില്ല. കള്ളു കുടിച്ചവനല്ലേ, ലഹരി നുണഞ്ഞവനല്ലേ, അവന്റേതാകുന്ന 40 ദിവസത്തെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കുകയില്ലത്രേ. ഫൈൻ താബാ താബല്ലാഹു അലൈഹി മൂന്നാമത്തെ പ്രാവശ്യവും തൗബ ചെയ്താൽ അല്ലാഹു ഗഫൂറാണ് റഹീമാണ്, അവൻ വീണ്ടും പുറത്തു കൊടുക്കുകയാണ്. ഫൈൻ ആദാ നാലാമത്തെ പ്രാവശ്യം അവൻ കള്ളുകുടിയിലേക്ക് മടങ്ങിയാൽ ആദരവായ പ്രവാചകൻ പറയുകയാണ് യജീഉ യൗമൽ ഖിയാമ, അവൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് തന്നെ കാഫിറായിട്ടാണ്, കാഫിറായിട്ടാണ്. മൻമാത മുദ്മിനും ബിൽ ഖംരി യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചു പോന്നിരുന്ന ലാത്തയും ഉസ്സയും എന്ന് പറയുന്ന ബിംബങ്ങൾ ആരാധിച്ച് ചത്തൊടുങ്ങിയ മക്കാ മുശ്രിക്കുകളെ പോലെ കാഫിറായിട്ടാണ് അവൻ ചത്തുപോകുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 4 പ്രാവശ്യം അവൻ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. 3 പ്രാവശ്യം തൗബ ചെയ്തിട്ട് റബ്ബ് സ്വീകരിച്ചതാണ്. എന്നിട്ട് വീണ്ടും ആ തെറ്റുകുറ്റത്തിലേക്ക് അവൻ മടങ്ങിപ്പോയാൽ ഭീകരമായ ശിക്ഷയാണ് അവനെ വരവേൽക്കുക. യജീഉ യൗമൽ ഖിയാമ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ നിർത്തി കത്തിയാൽ എന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചറപ്പ് വിചാരണ ചെയ്യുന്നതായ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസവിധത്തിലേക്ക് അവനെ കടന്നു വരുന്നതാണ്. മുസ്വദ്ദൻ വജ്ഹു മുതല്ലഹൽ ലിസാനുഹു, അവന്റെ മുഖകമലം കറുത്തിരുണ്ടതാണ്. ഈ ദുനിയാവിൽ നല്ല വെളുപ്പുള്ള ചെറുപ്പക്കാരനാണ്, കാസർഗോഡുള്ള ചുള്ളനാണ്, നാട്ടുകാർക്കിടയിൽ പ്രിയങ്കരനാണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളവനാണ്. പക്ഷെ അവൻ രഹസ്യമായി ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടവനാണ്. കൂട്ടുകാരുമായി രഹസ്യമായി ഏതെങ്കിലും ബീവറേജിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് സാധനം അടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് ലഹരിയുടെ ഉൽപ്പന്നങ്ങൾ ശരീരത്തിലേക്ക് കുത്തി നിറച്ചവനാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഒളിച്ചും പാത്തും പതുങ്ങിയും അവൻ ലഹരി ഉപയോഗം നടത്തിയവനാണ്. ഒരുപാട് കാലം അത്തരത്തിലെ ജീവിതം കഴിച്ചു കൂട്ടിയവനാണ്. അവന് തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അവൻ തൗബ ചെയ്തിട്ട് കാര്യമില്ല, കാര്യമില്ല. കാരണം നീ പല പ്രാവശ്യം തൗബ ചെയ്തിട്ട് വീണ്ടും ആ തെറ്റുകുറ്റത്തിലേക്ക് പോയവനാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ് യജീഉ യൗമൽ ഖിയാമ, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ഈമാനില്ലാതെ മരിച്ചു എന്ന് മാത്രമല്ല, ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കടന്നു വരുമ്പോ ലോകത്തുള്ള സർവ്വ മനുഷ്യരും നോക്കി നിൽക്കെ അവനിതാ കടന്നു വരുന്നു. അവന്റെ മുഖം വല്ലാതെ കറുത്തിട്ടുണ്ട്. മുദ്ലിഗൽ ലിസാനുഹു, അവന്റെ നാവിതാ വെളിയിലേക്ക് നായ നീട്ടിയിട്ടിരിക്കുന്ന പോലെ നീട്ടിയിട്ടിരിക്കുകയാണ്. പേപ്പട്ടിയെ പോലെ അവന്റെ നാവിൽ നിന്ന് ഈളയിട്ട് വീഴുകയാണ്. നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ നാവിൽ നിന്ന് ഇളയിട്ട് വീഴുകയാണ്, ഇളയിട്ട് വീഴുകയാണ്, ശരീരത്തിലേക്ക് വന്നുകൊണ്ട് പതിക്കുകയാണ്. അവനെ കാണുന്ന സർവരും അവനെ വെറുപ്പോടുകൂടി ആട്ടി ഓടിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാവരും അവരെ ആട്ടി ഓടിക്കുകയാണ്. മഹ്ശറയിൽ കാണുന്ന സർവരും അവരെ ആട്ടി ഓടിക്കുകയാണ്. എല്ലാവരും പറയുകയാണ് ഇവനെ ആടിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇവൻ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനാണ്. ഇവൻ മോശമാക്കപ്പെട്ട സാധനങ്ങൾ നാക്കിനടിയിൽ വെച്ചുകൊണ്ട് നടന്നവനാണ്. ഇവൻ MDMA ഉപയോഗിച്ചവനാണ്. ഇവൻ LSD ഉപയോഗിച്ചവനാണ്. ഇവൻ ഹശീഷ് ഉപയോഗിച്ചവനാണ്. ഇവൻ ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഇവനെ ആളുകൾ ആട്ടി ഓടിക്കുന്നത് എന്ന് പറയപ്പെടുകയാണ്. ചിന്തിച്ചു നോക്ക്, ഒരാൾ രക്ഷിക്കാനില്ല. മഹ്ശറയിലേക്ക് വരുമ്പോ നാവ് ഇങ്ങനെ വെളിയിലേക്ക് നീട്ടിയിട്ടിരിക്കുക, മുഖം കറുത്തിരുണ്ടിരിക്കുക. മുസ്വദ്ദൻ വജ്ഹുഹു, മുഖം വല്ലാതെ കറുത്തിരിക്കുന്നു.
മുദ്ലിഗൻ ലിസാനുഹു, നാവ് നീട്ടിയിട്ടിട്ടുണ്ട്, നായ നീട്ടിയിട്ടിരിക്കുന്ന പോലെ. പേ പിടിച്ച നായ കണ്ടിട്ടില്ല, നാക്ക് നീട്ടിയിട്ടിട്ട് യസീലു ലുആബുഹു, ആ നായിൽ നിന്ന് ഈള ഇറ്റി വീഴുന്നുണ്ട്. ഉമിനീര് കലർന്ന ഈള ഇങ്ങനെ എത്തി വീഴുക. മഹ്ശറിലേക്ക് വരും. ആളുകൾ കണ്ടാൽ തന്നെ, ഇപ്പൊ നമ്മുടെ ഈ സദസ്സിൽ തന്നെ ഒരാളിങ്ങനെ ഈള എത്തിച്ച് കയറി വന്ന അങ്ങനെ ഉണ്ടോ? അയാളെ ഇഷ്ടപ്പെടുമല്ലോ. ഇവിടെ തന്നെ എന്താ ഹാല്? ആളെ മഹ്ശറിൽ എന്താ ഹാല്? ഓരോരുത്തരും അവനവന്റെ ഹാല് നോക്കി നിൽക്കാൻ. അവന്റെ നാവിൽ നിന്ന് ഇളയിട്ട് വീഴുമത്രേ. അവനെ കാണുന്ന സർവരും അവനെ ആട്ടി ഓടിക്കുകയാണ്. ഒരാളും അവനെ രക്ഷയ്ക്ക് കടന്നു വരുകയില്ല. ഒരു കൂട്ടുകാരൻ പോലും ഈ ദുനിയാവിൽ എത്ര വലിയ ഒറ്റ ചങ്ങാതിയായിരുന്നു, ചങ്ക് പ്രോയായിരുന്നു, ഒരാൾ പോലും കൂട്ടിന് വരാത്ത സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ തീർന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖമറ അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതായ ആളുകൾക്ക് നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമത്രേ. തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലാഹു കുടിപ്പിക്കും. ഈ ദുനിയാവിൽ ലഹരി നുണയുന്ന ആളുകൾക്ക് നാളെ കൊടുക്കുന്ന ശിക്ഷയാണ്. നാളെ അവനൊരു കുപ്പി കൊടുക്കും, അവിടെ കുടിക്കാൻ പറയും. ദുനിയാവ് കള്ളു കുടിച്ചവനല്ലേ, എന്നാ ഇവിടെ ഉണ്ട് ഒരു കുപ്പി, കുടിച്ചോ. ആ കുപ്പിയുടെ പേരാണ് തീനത്തുൽ ഖബാൽ. ദുനിയാവിൽ പല പേരുകളുണ്ട്. ലയശ്രിബന്ന ഉമ്മത്തി അൽ ഖംറ യുസമ്മുനഹാ ബിഗൈരി ഇസ്മിഹാ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തി ദുനിയാവിൽ പല സൈസ് സാധനങ്ങൾ കുടിക്കും, അതിന്റെ യഥാർത്ഥ പേര് മാറ്റിയിട്ട് ഇഷ്ടമുള്ള പേര് അവന് ചേർത്തിട്ട് പല ബ്രാൻഡുകളുണ്ടാവും. അല്ലേ, മാഹിയിലോട്ടൊക്കെ പോയി നോക്ക്, എത്ര സൈസ് സാധനങ്ങളാണ്, ഇഷ്ടം പോലെ സാധനമാണ്. എന്തിനാ മാഹി പോകുന്നു? എന്തിനാ അവിടെ പോകുന്നത്? അല്ലാതെ തന്നെ എത്രയോ ഷോപ്പുകൾ ലഭ്യമാണ്. അതിന്റെയൊക്കെ പേരുകൾ വ്യത്യസ്തമാണ്, എല്ലാവർക്കും അറിയാം. ഈ സാധനമൊക്കെ അടിച്ച് നിലകൊള്ളുന്നതായ ആളുകൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ തിരുഹളറത്തിലെത്തുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് കുടിപ്പിക്കുന്ന ഒരു പാനീയമാണ് തീനത്തുൽ ഖബാൽ. വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. നബിയേ തീനത്തുൽ ഖബാൽ എന്താണ് റസൂലേ? ആദരവായ പ്രവാചകനോട് ചോദിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറഖു അഖ്ലിന്നാർ ഔ ഉസാറതു അഖ്ലിന്നാർ. നരകാവകാശികളുടെ ചീഞ്ചലമാണ് സാബ. നരകത്തിലിട്ടുകൊണ്ട് വെയിലത്ത് വെച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന, നരകത്തിലെ തീജ്വാലകളുടെ ശിക്ഷ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ വിയർപ്പാട് അവരുടെ കക്ഷത്തിലൂടെ, അവരുടെ ഗുഹ്യത്തിലൂടെ, അവരുടെ ശരീരത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ചീഞ്ചലമില്ലയോ, ആ ചീഞ്ചലമെടുത്ത് ജ്യൂസാക്കിയിട്ട് അത് കുടിപ്പിക്കപ്പെടുമേ. ഈ ദുനിയാവിൽ ലഹരി കുടിച്ചവർക്ക് ഹബീബുനാ റസൂലുള്ളാഹി നരകാവകാശികളുടെ ചീഞ്ചലമാണ് നാളെ ദുനിയാവിൽ വെച്ചുകൊണ്ട് മദ്യപിക്കുന്നവർക്ക് കുടിപ്പിക്കപ്പെടുന്ന പാനീയം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അറഖു അഹ്ലിനാർ, അറഖെന്ന് പറഞ്ഞ വിയർപ്പ്, നരകാവകാശികളുടെ വിയർപ്പ്. അവിടുത്തെ വിയർപ്പിനെ കുറിച്ച് പറയേണ്ടതില്ല. മുട്ടുവരെയും അരവരെയും തോളുവരെയും കഴുത്തുവരെയും വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. ഹദീസ് സ്വാഭാവികമായിട്ടാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ മഹ്ശറയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ജനതയുടെ വിയർപ്പിന്റെ കണികൾ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വിയർപ്പിന് എന്താ ദുർഗന്ധം, എത്ര നാറ്റമാണ് അല്ലേ. ഒരു 3-4 ദിവസമൊക്കെ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടാൽ എന്താണ് അതിന്റെ ദുർഗന്ധം ഉണ്ടാവുക, എന്താണ് അതിന്റെ പ്രയാസം ഉണ്ടാവുക. ആ വിയർപ്പ് കൊണ്ടുവന്ന് അതും അതോടൊപ്പം തന്നെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചീഞ്ചലമുണ്ട്. ദുനിയാവിൽ വ്യഭിചരിക്കുന്നതാകുന്ന പുരുഷന്മാരെ സ്ത്രീകളുടെ മുൻദ്വാരങ്ങളിലൂടെ ഇങ്ങനെ ചീഞ്ചലം ഒഴുകിക്കൊണ്ടാണ് മഹ്ശറയിൽ വരിക.
അവരുടേതാകുന്ന ജനനേന്ദ്രിയത്തിലൂടെ ലൈംഗിക അവയവത്തിലൂടെ പുറത്തേക്ക് എന്ത് വരും? ചീഞ്ചൽ ഒഴുകി ഇങ്ങനെ വരും. ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കും ഇത് ദുനിയാവിൽ ഉപചരിച്ച ആളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വലിയ ഐബാണ്, അതിനേക്കാൾ വലിയ ഐബൊന്നുമില്ല. ആ ചീഞ്ചലമെല്ലാം കൂടി കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാണ്. നരകാവകാശികളുടെ ചീഞ്ചലം ജ്യൂസ് അസീറാക്കി നല്ല ജ്യൂസ് ആക്കിയിട്ട് കുടിപ്പിക്കും. അതിലവിടെ കലക്കി നല്ല മിക്സഡ് ആക്കി കൊടുക്കുക. എല്ലാവരുടെ ഉണ്ട്, പല ടീമുകളുടെ ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ ചിന്തിക്കും. ക്യാമ്പസുകൾക്ക് പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ്. ശരിക്കും ശ്രദ്ധിക്കണം. 1500 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നമാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാക്കുക, 1500 കോടി രൂപ. ഒന്നും രണ്ടും അല്ല, കോടികൾ വിലമതിക്കുന്ന സാധനങ്ങളാണ് വിറ്റഴിക്കപ്പെടുന്നത്. നമ്മുടെ ജില്ലകളിലുണ്ട്, പരിസര ജില്ലകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്നു. ചെറുപ്പക്കാരാണ് അതിന്റെ ഉപയോഗ വസ്തുക്കൾ. ചെറുപ്പക്കാരിൽ തന്നെ അത് കച്ചവടം ചെയ്യുന്നു. അതിന്റെ ഏജന്റുമാർ നിലകൊള്ളുന്നു. സാധനം കൊണ്ടുപോയി കൊടുക്കുന്നതിന് അഹലുകാരുണ്ട്, വാങ്ങി കഴിക്കുന്ന സഹോദരിമാരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ നിന്നോട് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹു ലൗ. നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി? ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? വസ്തു എന്താണ്? എന്ത് പറ്റി നിനക്ക്? നിന്റെ ആരോഗ്യം ഇപ്പൊ ക്ഷയിച്ചു പോയല്ലോ. വാപ്പ അടുത്ത് വന്ന് ഡോക്ടർ വന്നിട്ട് പറയാം, വാപ്പ കൈയൊന്ന് ഉയർത്ത്, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ. സുഖമില്ലാതെ കിടക്കാൻ. ഉമ്മാട് പറയുന്നു, ചെരിഞ്ഞ് കാലൊന്ന് ഉയർത്തി നോക്കട്ടെ. പറ്റുന്നില്ല. കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല. ആരോഗ്യം ക്ഷയിച്ചു പോയി. എന്തു പറ്റി? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. മലക്ക് വന്നുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, أين لسانك الفصيح وما أسكته اللوم. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, നിന്റെ നാവിനെന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ? നല്ല ആരോഗ്യമുള്ളതായ ശരീരത്തോടൊപ്പം നല്ല ഫസാഹത്ത് നിറഞ്ഞതായ നാവായിരുന്നല്ലോ, വാക്ചാതുര്യമുള്ളതായ നാവായിരുന്നല്ലോ, 10 പേരെ അടിച്ചിരുത്തിയിരുന്ന നാവായിരുന്നല്ലോ, ജനങ്ങൾക്ക് മുന്നിൽ ശബ്ദമിട്ടിരുന്ന നാവായിരുന്നല്ലോ, ആളുകളെ ചീത്ത വിളിച്ച നാവായിരുന്നല്ലോ, പരദൂഷണം പറഞ്ഞിരുന്ന നാവായിരുന്നല്ലോ, യേശുവിനെ പറഞ്ഞ നാവായിരുന്നല്ലോ, ഭീഷണി മുഴക്കിയതായ നാവായിരുന്നല്ലോ. വമാ അസ്കസഹുല്ലോ. ഈ നാവിനെ അശക്തപ്പെടുത്തിയ വസ്തുത എന്താണ്? ഒന്ന് പറയുമോ, പറയുമോ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മരിക്കാൻ കിടക്കുന്നവൻ അടുക്കൽ വന്ന മലക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ആദമിന്റെ പൊന്നുമോനെ, നല്ല നാവായിരുന്നല്ലോ നിനക്ക്. ദുനിയാവിൽ ഒരുപാട് ആളുകളെ ചീത്ത വിളിച്ചും തെറി വിളിച്ചും ശകാരിച്ചും യേശുവിനെ പറഞ്ഞു ഭീഷണി മുഴക്കിയും ഒക്കെ 10 പേര് വന്നുകൊണ്ട് വർത്താനം പറഞ്ഞാലും ഒറ്റയ്ക്ക് നിന്ന് അവരോട് സംസാരിച്ച് അടിച്ച് പരിവേഷമാക്കിയ ആളാണ്. അല്ലെ, ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, 10 പേര് ഇങ്ങോട്ട് വന്ന് വർത്താനം പറഞ്ഞാലും ഒറ്റയ്ക്ക് നിന്ന് അവരോട് മറുപടി പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തി നീ ഇന്ന് നാവ് നിനക്ക് അനക്കാൻ പറ്റാത്തത് എന്താ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. കലിമ പോലും ഉച്ചരിക്കാൻ പറ്റാത്തത് എന്ത് പറ്റിയ നിനക്ക്? എന്ത് പറ്റിയ നിനക്ക്? നിന്റെ നാവ് അനക്കാൻ പറ്റാത്തത് എന്താ? അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. എന്ത് പറ്റിയ നിനക്ക്? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്ന് നിന്നോട് ആലിമീങ്ങൾ പറഞ്ഞതല്ലേ? നീ സംസാരിച്ചവനല്ലേ? മൻ തകല്ലമ ബൈനൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്.
ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭാഷണം നടത്തിയാൽ സംസാരിച്ചാൽ കെലിമ ഉച്ചരിക്കാൻ പറ്റൂലത്രേ. മരിക്കുന്ന സമയത്ത് നാവ് കടന്നുകൊണ്ട് അനങ്ങുകയാണ്, പക്ഷേ കെലിമയല്ല, നാവ് കടന്നുകൊണ്ട് അടിക്കുമത്രേ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. സാധാരണ അങ്ങനെയാണ്, സംസാരമൊക്കെ നിർത്തും, എന്നിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കും. വലിയ സംസാരമൊക്കെ നിർത്തിയിട്ട് ചെറിയ സംസാരം ഒന്നും പാടില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുമ്പുള്ള ആ ഒരു പേടിയും ഭയഭക്തിയും ഇന്നില്ല. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. മുമ്പ് ബാങ്ക് ഒക്കെ വിളിക്കുമ്പോൾ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു, ഇന്നിപ്പോ അതൊന്നും ഇല്ല. അതിനിടയിൽ നമ്മൾ സംസാരിക്കുക, അങ്ങനെ ആയിപ്പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉദാഹരണത്തിന് ബാങ്ക് ഇപ്പോൾ വിളിച്ചു, അപ്പോൾ പ്രസംഗം നമ്മൾ നിർത്തി. ഉദാഹരണം പറയാം, ബാങ്ക് വിളിച്ചോളെന്ന് വിചാരിക്കുക, ഇപ്പൊ പ്രസംഗം നിർത്തി. പ്രസംഗം നിർത്തി കഴിയുമ്പോൾ അവിടെ ഒരു സംസാരം ഉണ്ട്. പ്രസംഗം നിർത്തി അല്ലാഹു അക്ബർ എന്ന് ജവാബ് ഇല്ലല്ലോ. അപ്പോൾ അവിടെ അടുത്തിരിക്കുന്നത് ഉറക്കം വരുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഇല്ല, ഉറക്കം വരുന്നില്ല. ഉണ്ട്, ഇതിനകത്ത് ഒരു ഏകദേശം 50 പേർക്ക് ഉറക്കം വരുന്നുണ്ട്. അവരുടെ മുഖം അങ്ങനെയാണ്, ഉറക്കം വരുന്നില്ല. വരുന്നവരെ എഴുന്നേപ്പിച്ച് നിർത്താം. അപ്പം ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ക്ഷീണമാണ്, അത് മഞ്ഞൊക്കെ ആയിട്ട് നല്ല റാഹത്ത്. രണ്ട് കൈയും നിർത്തിക്കാൻ നോക്കട്ടെ, രണ്ട് കൈ. ചിലരൊക്കെ ഉറക്കുക, എപ്പോഴും കസേരയിൽ എഴുന്നേറ്റിട്ട് തന്നില്ല. രണ്ട് കൈ ഇരിക്കും. ബിസ്മില്ലാ. അല്ലാഹു ആഫിയത്ത് തരട്ടെ. വേഗം നിർത്താം, എപ്പം നിർത്താം. എഴുന്നേപ്പിച്ച പണിയെ ഇറങ്ങിപ്പോയി, എഴുന്നേപ്പിക്കണ്ടേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ശരി, ബാക്കിലോട്ടിരിക്കുക, വഴിയുടെ ഓരത്തിരിക്കുക. ഇനി അവിടുന്ന് അങ്ങോട്ട് മുങ്ങിയാൽ അറിയത്തില്ല. ഒച്ചയിടുന്ന സമയത്ത് ഒറ്റ പോകും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ നിർത്തും, ഇപ്പൊ നിർത്തും. അല്ലാഹ് സമയം ഒരുപാട്, ഇപ്പൊ തന്നെ 1:45. പെട്ടെന്ന് നിർത്താം. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നാവ് ശ്രദ്ധിക്കണം. അനാവശ്യമായ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടത്. جاء رجل الى النبي صلى الله عليه وسلم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഔസിനി, എനിക്കൊരു ഉപദേശം നൽകുമോ റസൂലേ, റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുകയാണ്, ആഖിദൻ ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞുവത്രേ, കുഫാൻ കഹാദാ, നിന്റെ ഈ നാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ നാവ് കൊണ്ട് ഹറാമായ ഭാഷണം നടത്തരുതേ, ഒരാളെ മുറിവേൽപ്പിക്കരുത്, അന്യനെ കുറിച്ച് അപവാദം പറയരുത്, ഒരാളെ കുറിച്ച് പരദൂഷണം പറയരുത്, ഒരാളെ കുറിച്ച് ഏഷണി പറയരുത്. ഒരു നിലയ്ക്കുമുള്ള മോശമായ സംസാരം, ഒരു കളവോ വഞ്ചനയോ നിന്റെ നാവ് കൊണ്ടുണ്ടാവരുത്. ഔസിനി, എനിക്കൊരു ഉപദേശം നൽകണേ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബിയുടെ മറുപടിയാണ് ഈ നാവ് ശ്രദ്ധിച്ചോ ഹബീബ് റസൂലുള്ളാഹി. ഈ നാവ് ശ്രദ്ധിച്ചാൽ നീ രക്ഷപ്പെട്ടു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ആദരവായ പ്രവാചകൻ തന്നെ പറഞ്ഞില്ലയോ, ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ റസൂൽ നടന്നു പോകുമ്പോ ആദരവായ പ്രവാചകൻ അവരോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ സഹാബ, പല്ലുകുത്തണേ സഹാബ. ഫഖാലൂ, ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മാ തുഇംനൽ ലൗമ തുഅമാ, നബിയേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ, ഞങ്ങളൊന്നും കുടിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത, ഒന്നും ഭുജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറഞ്ഞത് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇന്നി
ലഅറാ ലഹമ ഫുലാൻ ബൈന സനായാകും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായി ഫസാദ് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ. അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രാവിലെ പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ വന്ന് ആ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഫനാ പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ, ഫസാദ് പറയുന്നവരില്ലേ, ആലിമീങ്ങളെ പറയുന്നവരില്ലേ, മുതഅല്ലിമീങ്ങളെ പറയുന്നവരില്ലേ, സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നവരില്ലേ, നാട്ടിലുള്ള സഹോദരിമാരെ കുറിച്ച് പറയുന്നവരില്ലേ? ചിന്തിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. നോമ്പ് പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന പ്രിയപ്പെട്ട അനുയായികളോട് റസൂലുള്ളാഹി പല്ലുകുത്താൻ പറഞ്ഞപ്പോൾ ഒന്നും കഴിക്കാത്ത ഞങ്ങൾ എന്തിനാണ് പല്ലുകുത്തുന്നത് എന്ന് അവർ തിരിച്ചു ചോദിക്കുമ്പോ ആദരവായ പ്രവാചകനെ പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ പച്ചമാസം ഞാൻ കാണുന്നുണ്ട് സ്വഹാബ. അന്യനെ കുറിച്ച് മോശമായ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ അവരുടെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിസ്സാരമായ കാര്യമല്ല, നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്. ആദരവായ പ്രവാചകനെ പറഞ്ഞില്ലയോ, ഒരു വിഭാഗം ആളുകളെ നരകത്തിൻ്റെതാകുന്ന കുണ്ടാരത്തിലേക്ക് മുഖം കൂഴ്ത്തി വീഴ്ത്തപ്പെടുന്നതായി ഞാൻ കണ്ടുപോയി സാബ. എന്തേ കാരണമെന്നറിയുമോ? അവരുടെ നാവ് കൊയ്തെടുത്ത പാദമാണ്. അവരുടെ നാവ് കൊണ്ടവർ പറഞ്ഞിട്ടുള്ള ഫനായാണ്, നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ഫസാദാണ്. അത് കാരണമായി നരകത്തിലേക്ക് മുഖം കൊളുത്തിപ്പെട്ടവരായി ഞാൻ കണ്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തുവഫിയ റജുലുൻ മിന സഹാബ. സ്വഹാബത്തിൽ പെട്ടതാകുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, നബിയേ, ഇന്നാലിന്ന മനുഷ്യൻ വഫാത്തായ റസൂലേ. ആദരവായ പ്രവാചകൻ ആ മരണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ പറയുകയാണ്. മയ്യത്ത് കുളിപ്പിക്കപ്പെടുകയാണ്. കഫൻ ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. കഫൻ ചെയ്യപ്പെടുകയാണ്. ആ ജനാസ തുറന്നു നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖകമലമാണ്. ആദരവായ പ്രവാചകനോടൊപ്പം ആയിരക്കണക്കിന് സഹാബത്തുണ്ട്. അതിലൊരു സഹാബി വലിയ മുത്തുനബിയോട് പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, അബ്ശിറൂ ബിൽ ജന്ന. ഇദ്ദേഹത്തെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ റസൂലേ. പുഞ്ചിരിച്ച് കിടക്കുന്ന മുഖകമലമല്ലയോ, പുഞ്ചിരിച്ച് കിടക്കുന്ന മനുഷ്യനല്ലയോ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ റസൂലേ. അബൂബക്കറിനെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അറിയിച്ച, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് അറിയിച്ച, അലിയാർ തങ്ങൾക്ക് അറിയിച്ച, ത്വൽഹ റളിയല്ലാഹു അൻഹു അറിയിച്ച, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങൾക്ക് അറിയിച്ചതായ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് അറിയിച്ചതായ നബിയേ, നബിയേ, ഇദ്ദേഹം സ്വർഗ്ഗാവകാശിയാണെന്ന് പറയൂ റസൂലേ, റസൂലേ. ആദരവായ പ്രവാചകൻ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അങ്കടി മുകളിലുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ല സഹാബ, ഇല്ല സഹാബ, അദ്ദേഹം സ്വർഗ്ഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിന് കിട്ടൂല. എന്തേ കാരണമെന്നറിയുമോ? ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനി. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആളുകളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം, ഫനാ പറഞ്ഞിട്ടുണ്ടാകാം, ഫസാദ് പറഞ്ഞിട്ടുണ്ടാകാം, ഏഷണി പറഞ്ഞിട്ടുണ്ടാകാം, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പറയാൻ, അദ്ദേഹം നരകാവകാശിയാണെന്നോ സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല സഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എങ്ങനെ സ്വർഗാവകാശിയാണെന്ന് പറയും? ഇന്നക ലാ തദ്രി ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനി. നിങ്ങൾക്കറിയില്ല, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടാവാം. അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് എങ്ങനെ പറയും?
നാവ് ശ്രദ്ധിക്കണം. നാവ് ശ്രദ്ധിച്ചാൽ എല്ലാം രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആവശ്യമില്ലാത്ത പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ മുത്തുനബി തന്റെ പ്രിയപ്പെട്ട മകളെ വിളിക്കുകയാണ്. ഫാത്തിമ ബീവി വിളിച്ചിട്ട് പറയുകയാണ്, യാ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, ഈ വാപ്പ നിന്നോടൊരു കാര്യം പറയുകയാണ്. ورأيت أكثر أهلها النساء. കത്തിച്ചൊലിക്കുന്ന നരകം ഈ വാപ്പ കണ്ടുപോയി മോളെ. ആ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ട വിഭാഗം അത് സ്ത്രീകളെയാണ്, സ്ത്രീകളെയാണ്. ഫാത്തിമ, ഫാത്തിമ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വറഅയ്തു ഫിഹാ ഇംറഅത മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനൻ നാർ. അല്ലാഹ് അല്ലാഹ്, ആ നരകത്തിൽ ഒരു പെണ്ണിനെ നരകത്തിന്റെ തീജ്വാലയുള്ള തൂണിലേക്ക് അവരുടെ നാവിനെ വലിച്ച് നീട്ടിക്കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി ഫാത്തിമ. വല്ലാത്ത രംഗമായിരുന്നു ഫാത്തിമ. ഞാൻ ചോദിച്ചു പോയി, ജിബ്രീലേ മൻ ഹാദിഹി യാ ജിബ്രീൽ. നരകത്തിലേക്ക് എറിയപ്പെട്ടു എന്ന് മാത്രമല്ല, 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകം. ആ നരകത്തിന്റെ വിറക് കൊള്ളിയാക്കി എന്ന് മാത്രമല്ല, ആ നരകത്തിന്റെ കത്തിച്ചൊലിക്കുന്ന തൂണിലേക്ക് നാവിനെ വലിച്ച് നീട്ടിക്കെട്ടപ്പെട്ടതായ ഈ ഹതഭാഗിയായ പെണ്ണ് ആരാണ് എന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഹാദിഹി ബദിയത്തുൽ ലിസാൻ. നാവിന് നീളമുള്ള പെണ്ണാണ് റസൂലേ. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ കുറിച്ചും സ്വന്തം ഭർത്താവിനെ കുറിച്ചും നന്ദികേട് വെച്ചുകൊണ്ട് നടന്നവളാണ്. ദുനിയാവിൽ ഫനായി ഫസാദ് പറഞ്ഞവളാ. സ്വന്തം ഭർത്താവ് 40 കൊല്ലമായി കൂടെ ജീവിക്കുന്നു, എന്നിട്ട് പോലും ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഒരു ഗുണവും എനിക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല, എനിക്കൊരു സുഖവും നിങ്ങളിലൂടെ കിട്ടിയിട്ടില്ല, എനിക്ക് പ്രയാസമല്ലാതെ നൽകിയിട്ടില്ല. ഭർത്താവിനോട് നന്ദികേടിന്റെ വചനം പറഞ്ഞവളാണ്. കൂട്ടുകാരികളോട് വാട്സാപ്പിൽ ഭർത്താവിനെ കുറിച്ച് അപവാദം പറഞ്ഞവളാണ്. നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നവരാ, കൂട്ടുകാരോട് പറയുന്നവരാണ്. എല്ലാ സദസ്സിലും വെച്ചുകൊണ്ട് ഭർത്താവിനെ അയ്ബാക്കി ചെറുതാക്കി കാണിക്കുന്നവളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതായ വ്യക്തികളെ ആദരവായ പ്രവാചകനെ പറയുകയാണ്, നരകത്തിൻ്റെതായ നടുക്കളത്തിലുള്ള തൂണില്, അതും നരകീയമായ തൂണാണ്, തീജ്വാലകൾ പടർന്ന തൂണാണ്, അതിലേക്ക് അവരുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി ഫാത്തിമ. അതുകൊണ്ട് നരകത്തെ സൂക്ഷിക്കണേ ഫാത്തിമ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അങ്കടി മുകളിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ചേർത്ത് പഠിക്കേണ്ട വചനമാണ്, ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. നാവിനെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മയ്യലമല്ലി മാ ബൈന ലഹിയൈ വമാ ബൈന ഫഖദൈ അല്ലമല്ലഹുൽ ജന്ന. ആരൊരുവൻ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തൊടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചാൽ, ഈ ദുനിയാവിൽ അവൻ സൂക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടാൽ, അല്ലമല്ലഹുൽ ജന്ന, സ്വർഗ്ഗം ഞാൻ നൽകാം സ്വഹാബ, സ്വർഗ്ഗം ഞാൻ നൽകാം സ്വഹാബ. ഈ ദുനിയാവിൽ നാവിനെ ശ്രദ്ധിക്കണേ, ഈ ദുനിയാവിൽ ലൈംഗിക അവയവത്തെ ശ്രദ്ധിക്കണേ. ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകരുതേ, കൊണ്ടുപോകരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മരണത്തിന്റെ മുഖത്ത് കിടക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി മലക്ക് ചോദിക്കുകയാണ്, യബ്ന
ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ ഐന ലിസാനുകൽ ഫസീഹ് നിന്റെ വാചാചര്യമുള്ള നാവിന്റെ ശക്തി എവിടെ പോയി വമാ അല്ലാഹു ആ നാവിനെ ഇന്ന് അശക്തമാക്കിയ വസ്തു എന്താണ് മറുപടി കൊടുക്കാൻ പറ്റുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ നാവ് കൊണ്ട് ചെയ്ത അമൽ അതാ ഞാൻ ചോദിച്ചത് ഖുർആൻ ഖത്മ തീർത്തവർ നമുക്കിടയിലുണ്ടോ ഖുർആൻ ഡെയിലി ഒരു ജുസ് ഓതുന്നവരുണ്ടോ വേണ്ട യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയയും ഡെയിലി പാരായണം ചെയ്യുന്ന മക്കൾ നമുക്കിടയിലുണ്ടോ ഇല്ല ഡെയിലി പാരായണം ഇല്ല വല്ലപ്പോഴും ഒക്കെ ഓതിയ യാസീൻ ഓതിയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എളാമ മരിച്ചപ്പോൾ ഓതി അന്നൊന്നും ഓതിയായിരുന്നു ആരെങ്കിലും മരിക്കണം അല്ലാഹു നമ്മളെ കാക്കട്ടെ അപ്പോഴും വീട്ടുകാരൻ ഓതലുണ്ടാവൂല അവനിങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക പാണക്കാട് തങ്ങൾ വന്നിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് സയ്യിദന്മാർ വന്നിട്ടുണ്ട് മുഹിമാത്തിൽ സയ്യിദ് വന്ന് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക ആരൊക്കെ വന്നെന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുക ഇതല്ലേ സമൂഹം ഒരു യാസീനില്ല ഒരു വാക്കയില്ല ഒരു മുൽക്കില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും നമ്മുടെ ജീവിതത്തിൽ എന്താ അമലുള്ളത് 2 അവയവം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം ഹബീബ് റസൂലുള്ളാഹി ഒന്ന് നാവ് മറ്റൊന്ന് ലൈംഗിക അവയവം ലോകത്തെ ഏത് തെറ്റിലേക്കും കൊണ്ടെത്തിക്കുന്നത് ഈ 2 അവയവങ്ങളുടെ ആശയ ഈ 2 അവയവങ്ങളുടേതാകുന്ന ആശയ ഈ 2 അവയവങ്ങളുടെ താല്പര്യമാണ് ഏത് തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ 2 അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാഹു തൗഫീഖ് തരട്ടെ